നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നവംബർ 13 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിലെ ഫൈനൽ ആൻസർ കീ ആദ്യം ഒന്ന് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത ശേഷം അത് മാറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എത്ര മാർക്കാണ് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ച് നോക്കിയിട്ട് എത്ര മാർക്ക് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്. അപ്പോൾ ഒരു റേഞ്ച് നമുക്ക് അറിയാൻ സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് അത് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. ഇതില് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്. ഇപ്പോൾ ഓരോ ആളുകളുടെ പേരും ഓരോ സഭകളുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ പ്രകാരം കറക്റ്റ്. അതായത് 1, 2, 3. KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി മാസികകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് PSC ക്യാൻസൽ ചെയ്തേക്കുവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അത് നമുക്ക് എഫക്ട് വരുന്നില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാച്ച നാഗ റിബലിയൻ, ഗാഥാർ മൂവ്മെന്റ്. ഇതിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതില് ഈ ആദ്യത്തെ 3 ഒരേ വിഭാഗത്തിലാണ്. ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ നാലാമത്തേത് മാത്രം, ഗഥാർ മൂവ്മെന്റ് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. എ ആണ് കറക്റ്റ്. അതായത് 1 മാത്രമാണ് ഇതിൽ കറക്റ്റ് വരുന്നത്. അതായത് ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ് എന്നതാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? എ ആണ് ആൻസർ, കരൂരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ആണ് ശരിയായിട്ടുള്ളത്? അപ്പൊ ഇതില് 1, 2, 3 കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ഷുഗർ ആക്ട്, ഗ്രീൻ റിബൺ ക്ലബ്ബ്, 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 3ാമത്തേത് മാത്രമാണ്. അതായത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായുള്ളത്? ഏത് പ്രസ്താവനയാണ് ശരിയായുള്ളത്? ഇതില് ബി ആണ് ഓപ്ഷൻ 1, 2, 3 ശരിയായുള്ളത്. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേർണൽ ആയിരുന്നു. അടുത്തത്, ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ. അപ്പൊ ഇതില് ഏത് പ്രസ്താവനയാണ് ശരിയെന്നായിരുന്നു ചോദ്യം. അപ്പൊ അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ 4ഉം ശരിയാണ്. അതായത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ AAY ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് നടത്തുന്നു. അപ്പൊ 4 കാര്യങ്ങളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും അക്രമാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവനകളും
ശരിയാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാറ്റ്ലാൻഡ്സ് ഏതിന്റെ സ്വഭാവ സവിശേഷതയാണ്? പാറ്റ്ലാൻഡ് ഏതിന്റെ സ്വഭാവ സവിശേഷതയായിട്ടാണ് വരുന്നത്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെ സവിശേഷതയാണ്. ഇസോഹ ലൈൻസ് എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇസോഹ ലൈൻസ് എന്നല്ല, ഒരേപോലെയുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഇസോഹ ലൈൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇവിടെ നോക്കാം. ഇസോഹ ലൈൻസ് ആർ ദ ലൈൻസ് ലവണാംശം, ഒരേപോലെയുള്ള ലവണാംശത്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ശരി? പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. എസ്കാർപ്മെന്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ് QGIS. GDPയുടെ ഘടക ചിലവ് GDP അറ്റ് MP മൈനസ് അറ്റ് പരോക്ഷ നികുതി. ഓപ്ഷൻ എ. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് സ്ഥലവും മൂലധനവും. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നതാണ്. റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ശരിയായത് ഓപ്ഷൻ ബി, അതായത് 1, 2, 3. ഇത് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. അടുത്ത ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്നാൽ മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ. അത്യാഹിതം അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ 358. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. അതിനെ സംബന്ധിച്ച് ഓപ്ഷൻ എ ആണ്, പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നതിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട് എന്നാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 സഭകളും സംയുക്ത മീറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട്. ഇത് ശരിയല്ല. അപ്പൊ ഇതിൽ ബാക്കിയെല്ലാം ശരിയായ കാര്യങ്ങളാണ്. അപ്പൊ അത് എന്താന്ന് നോക്കാം. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലെയുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ സമയപരിധിയില്ല. ഇനി അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഈ മലയാളീകരിച്ച ക്വസ്റ്റ്യൻസ് ചിലത് കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് കംഫർട്ടബിൾ എങ്കിൽ അത് മാത്രം നോക്കി പോകാം. മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടി ഈ ചോദ്യങ്ങൾ പ്രയോജനപ്പെടും എന്നോർത്താണ് നമ്മൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. പക്ഷെ രണ്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതിൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്?
വിലപേശാനുള്ള അവകാശം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം ഒക്കെയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓപ്ഷൻ എ. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? വിദ്യാവിനോദിനിയുടെ കർത്താവ് ആരാണ്? CP അച്യുതമേനോൻ. സംഗീത നൈഷധം ബന്ധപ്പെട്ടിരിക്കുന്നത് TC അച്യുതമേനോൻ. ആദ്യം പറഞ്ഞത് CP അച്യുതമേനോൻ ആയിരുന്നു. പിച്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഗോവിന്ദ ഗണകൻ. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അഞ്ജലി ഭഗവത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു? അമേരിക്ക. മോഹിനി ഭരദ്വാജ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? റസിയ ഷബ്നം. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഓപ്ഷൻ ഡി. ഹൈദരാബാദ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ഗേൾ ഗ്യാം. കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? NIC. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം അതാണ് ടേൺ അറൗണ്ട് സമയം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സ്വിറ്റ്സർലൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഡസ്റ്റ് 1.0. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ അത് പിനാക്ക. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? റിന്യൂവബിൾ സോളാർ എനർജി. അടുത്തത് ഈ ഒരു മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ ഇതില് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതും ശ്രദ്ധിക്കാം. അവസാനം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ അത്രയും മൈനസ് ചെയ്തിട്ട് 100 നിന്ന് മൈനസ് ചെയ്തിട്ടായിരിക്കും അത് ഔട്ട് ഓഫ് ആയിരിക്കും ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ 51ാമത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 52 അടുത്ത ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. അടുത്തത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ തവണ ഇത് വായിച്ച് ഫുൾ പറഞ്ഞതാണ്. അപ്പൊ അതിൽ ക്യാൻസൽ ചെയ്തതാണ് നമുക്ക് മാറ്റമുള്ളത്. അടുത്ത 55ാമത്തെ ആൻസർ ബി ആണ്. 56 അഗെയിൻ ബി. 57ഉം ബി ആണ്. 58 വരുന്നത് സി. 59 ഡി. 60 ഡി ആണ്. 61 ഡി. 62ാമത്തെ ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ. 64 അതും ക്യാൻസൽ ചെയ്തു. 65 സി ആണ്. 66 എ. 67 ഡി. 68 അതും ക്യാൻസൽ ചെയ്തേക്കുവാണ്. അപ്പൊ ഈ ഒരു പേജിൽ തന്നെ 3 എണ്ണം ക്യാൻസൽ ആയിട്ടുണ്ട്. 69 ഡി. 70 സി ആണ്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്.
ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ് ഐ ടോൾഡ് യു ഡാഷ്. അപ്പൊ അതിന്റെ ഓപ്ഷൻ വരുന്നത് ഡിഡിൻഡ് ഐ, ഓപ്ഷൻ ബി. 72 വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇതിന്റെ അണ്ടർലൈൻഡ് വേർഡിന്റെ മീനിങ് കണ്ടുപിടിക്കാനായിരുന്നു ഇനാക്റ്റീവ്, സെഡൻറ്ററി, ഇനാക്റ്റീവ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ സി ആണ് ഓപ്പർച്യൂണിറ്റിയും പ്രിവിലേജും. He said his job is to attend to the diseases of the eye. He said his job is to attend to the diseases of the eye. Give a one-word substitute. അപ്പോൾ ഐയുടെ ഡിസീസസ് നോക്കുന്നത് ഓപ്ഷൻ എ ഒഫ്താൽമോളജിസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്? അവർ എൻറ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ടു ട്രംബിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. Fill in the blank with the appropriate word. The manager dash to pay hike next month. Option D, allude. Choose the word nearly opposite in meaning to the word fact. Fact in opposite ആയിട്ട് fiction. ഇനി 78ാമത്തെ ചോദ്യം ഇത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 5 ചോദ്യങ്ങൾ ഇതുവരെ ക്യാൻസൽ ആയിട്ടുണ്ട്. അടുത്ത 79ാമത്തെ ചോദ്യം fill in the blank with appropriate word. Brothers together with their sister are there. Fill in the blank. My mother helped me dash my homework. Do my homework. Pick the option that turned the sentence passive. Something dash happened or they would be here by now. Must have. Something must have happened. Option B. അടുത്തത് മിസ്റ്റർ ബജാജ് വാസ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. എല്ലാത്തിലും എ ആണ് വരുന്നത്. നമ്മൾ അന്നും പറഞ്ഞിരുന്നു. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡൽസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. കമല took a long flight from Tanzania. She must be exhausted after that. I told her you should rest dear. ഓപ്ഷൻ ഡി ആണ്. അടുത്ത കറക്റ്റ് ദ സെന്റൻസ് ഇഫ് there is an error. അപ്പോൾ you can pass the examination if you answer the question with precision, accurately and quickly. അപ്പോൾ ഇതിൽ എന്താണ് കറക്ഷൻ ആണ്. അപ്പോൾ 84 option A, precisely, accurately and quickly. Complete the sentence. If Suhra lent us her car, we, option C, could go to Alua. Pick a preposition. I am accustomed to. Single the odd one out. ഇതിൽ odd one വരുന്നത് ഓപ്ഷൻ എ ആണ്. Mithun has a dash of doctor. Select the correct form of trust. Trustന്റെ correct form of trust. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വേണ്ടത്. Distrust. Use a phrasal verb. He does not dash any misbehavior in his class. He does not dash any misbehavior in his class. അതിൻ്റെ ആൻസർ വരുന്ന പുട്ട് അപ്പ് വിത്ത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമ ഫേസ്? അതിൻ്റെ ആൻസർ വരുന്നത് അറ്റ് ഫസ്റ്റ് വ്യൂ എന്നാണ്. ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി ആണ് ജീവച്ഛവം. സഹിതം അതിൻ്റെ വിപരീത പദം വരുന്നത് രഹിതമാണ്. പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ അതിൻ്റെ സമാനമായ മലയാള ശൈലി കരിങ്കാലി. ജലം പര്യായ പദം വരുന്നത് അപ്പ്. കണ്ടു അത് പിരിച്ചെഴുതുവാണെങ്കിൽ അത് വരുന്നത് കൺ പ്ലസ് തു. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏത്? അതും ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ആണ് നക്ഷത്രം എണ്ണിക്കുക. അതുപോലെ അടുത്തത് ആ പ്ലസ് കാലം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അക്കാലം എന്നാണ് വരിക. ഓപ്ഷൻ സി തെറ്റായ വാക്യം. അപ്പോൾ ഇതിൽ ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ആഗ്രഹമാണ്, ചേർന്നതിന് കാരണം. അപ്പോൾ അതിൽ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ 7 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 93ലാണ് ഈ ഒരു ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ഈ ആൻസർ വാല്യൂ ചെയ്യുക. 93ലായിരിക്കും വാല്യൂ ചെയ്യുക. അപ്പോൾ 93ൽ എത്ര മാർക്ക് കിട്ടിയെന്നേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മറ്റേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി മാർക്ക് കൂട്ടി നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക.
പ്രിലിമിനറി എക്സാം ആണ്, ക്വാളിഫയിങ് എക്സാം ആണ്, ഒരുപാട് കട്ട് ഓഫ് കൂടില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.